Good morning, all. Morning, ma'am. Good morning, ma'am. Good morning, Miss. Okay, good morning. Good morning, ma'am. Good morning, Miss. Okay, good morning. നമ്മൾ ട്രാൻസ്ഫർ പേഷ്യന്റ് ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് വായിച്ചു നോക്കിയായിരുന്നോ? വായിച്ചായിരുന്നോ? ഓക്കെയാണോ? വായിച്ചിട്ട് ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് ഒന്നുകൂടെ പറഞ്ഞു തരുമോ? ഓക്കെ, അതായത് നമ്മുടെ തേർഡ് പോയിന്റ് അല്ലേ? അതെ അതെ. ഓക്കെ, നമുക്ക് ലാസ്റ്റ് ഒന്നുകൂടി പറഞ്ഞു തുടങ്ങാം. നമ്മള് ലാസ്റ്റ് ടൈം ആയതുകൊണ്ടല്ലേ ഇത്തിരി സ്പീഡിൽ വിട്ടെന്ന് തോന്നുന്നു. എനിവേ നമുക്ക് ഒന്നുകൂടി സ്പീഡായിരുന്നു. അതെ അതെ ആണല്ലേ. ഇന്നത്തെ സ്ലോയിൽ പോവാം. ഓക്കെ ഓക്കെ. ഓക്കെ, എല്ലാവരും എടുത്ത് കാണാം. അപ്പൊ നമുക്ക് നെക്സ്റ്റ് അല്ലെ ഇപ്പൊ പറഞ്ഞു നിർത്തിയത് എന്താണ്? നമ്മുടെ ട്രാൻസ്ഫർ പേഷ്യന്റിന്റെ ടൈമില് പേഷ്യന്റിനെ കൊണ്ടുപോകുന്ന ടൈമില് കരുതി വെക്കേണ്ട അല്ലെ, നമ്മള് നേരത്തെ ആരൊക്കെ പോകണം, ഏത് വാഹനത്തിൽ പോകണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്. അതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് തന്നെയാണ് ഏതൊക്കെ എക്യുപ്മെന്റ് അല്ലെങ്കിൽ മെഡിസിൻസ് എല്ലാം ഇവരോടൊപ്പം കൊണ്ടുപോകേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ് പറയുന്നത്. അപ്പൊ പലതരത്തിലുള്ള മെഡിസിൻസ് ഒക്കെ വ്യത്യസ്ത പേഷ്യന്റിന്റെ കണ്ടീഷൻ അനുസരിച്ചിട്ടൊക്കെ എടുക്കണം എന്നുള്ളത് നമ്മൾ 1-2 പോയിന്റിലൊക്കെ ഡിസ്കസ് ചെയ്തു. തേർഡ് പോയിന്റ് ഒന്നുകൂടി നോക്കാം. ദ മിനിമം സ്റ്റാൻഡേർഡ് ഓഫ് ഇൻസ്പെക്ഷൻ സജസ്റ്റഡ് ഫോർ പേഷ്യന്റ് ട്രാൻസ്ഫർ ഇൻക്ലൂഡ് അൺഇൻട്രപ്റ്റഡ് ഇലക്ട്രോകാർഡിയോഗ്രാം ഇൻസ്പെക്ഷൻ, നോൺ ഇൻവസീവ് ബ്ലഡ് പ്രഷർ, ഓക്സിജൻ സാച്ചുറേഷൻ ആൻഡ് ടെമ്പറേച്ചർ. അതായത് ഇവിടെ കൃത്യമായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എന്താണ്, നമുക്ക് അവിടെ തടസ്സങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ രോഗിയെ ഇടയ്ക്കിടയ്ക്ക് എന്താണ് പ്രോബ്ലംസ് എന്നുള്ളത് വാല്യൂ ചെയ്യും, അതായത് നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത തരത്തിലുള്ള അല്ലെ, നമുക്ക് എനിക്കറിയാം ECG ഒക്കെ എടുക്കേണ്ട ഒരു സാഹചര്യം, അതായത് എന്തെങ്കിലും ECG നമുക്കറിയാം അവരുടെ ഹേർട്ടുമായി ബന്ധപ്പെട്ടുള്ള ഇലക്ട്രോകാർഡിയോഗ്രാം അല്ലെ, അത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്യണം. നമുക്ക് സ്ക്രീനിൽ മോണിറ്ററിംഗ് മെഷീനിൽ തന്നെ കൃത്യമായിട്ട് തന്നെ അവൈലബിൾ ആകും. അതിനാവശ്യമായിട്ടുള്ള സജ്ജീകരണത്തോട് കൂടിയിട്ടായിരിക്കും അത്തരം രോഗികളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ പറയുന്നത് എന്താണ്? മിനിമം സ്റ്റാൻഡേർഡ് ഓഫ് ഇൻസ്പെക്ഷൻ സജസ്റ്റഡ് ഫോർ പേഷ്യന്റ് ട്രാൻസ്ഫർ ഇൻക്ലൂഡ് അൺഇൻട്രപ്റ്റഡ് ഇലക്ട്രോകാർഡിയോഗ്രാം ഇൻസ്പെക്ഷൻ. അപ്പൊ അത്തരത്തിലുള്ള ഹേർട്ടിന്റെ ഫ്ലോയൊക്കെ പ്രശ്നമൊന്നും ഇല്ലാതെ, നമുക്കറിയാം എന്തെങ്കിലും അല്ലെ അവിടെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് ഒരു ടൈലർ വോളിയം എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് അതിന് എന്തെങ്കിലുമൊക്കെ സംതിങ് റോങ് ആണ് കാണിക്കണമെങ്കിൽ അവിടെ കൃത്യമായിട്ടുള്ള വോളിയത്തിൽ തന്നെ മെസ്സേജുകൾ പാസ് ചെയ്യും. അപ്പൊ രോഗിയോടൊപ്പം തന്നെ അക്കമ്പനി ചെയ്യുന്ന പേഴ്സൺസിന് കൃത്യമായ നടപടികളൊക്കെ എടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ പറയുകയാണ് നോൺ ഇൻവസീവ് ബ്ലഡ് പ്രഷർ. അവര് നമുക്കറിയാം അക്രമാസക്തമായിട്ടുള്ള ബ്ലഡ് പ്രഷർ BP ഒക്കെ കൂടി പോകുകയോ ഭയങ്കരമായിട്ട് താഴ്ന്നു പോവുകയോ ചെയ്തു കഴിഞ്ഞാൽ രോഗിയെ സംബന്ധിച്ച് ആരോഗ്യനില വഷളാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഉണ്ടാവില്ലേ? ഓക്കെ. അതുമാതിരി തന്നെ ഓക്സിജൻ സാച്ചുറേഷൻ, മതിയായ രീതിയിൽ ഓക്സിജൻ അല്ലെ നമ്മള് ശരീരത്തിലേക്ക് എടുക്കുന്നില്ല എങ്കിലും രോഗിയുടെ നില വഷളാവാനൊക്കെ ആയിട്ടുള്ള സാധ്യതയുണ്ട്. അതേമാതിരി ടെമ്പറേച്ചർ അല്ലെ, നമ്മുടെ ശരീരത്തിന്റെ ചൂട്, അതായത് ക്രമാതീതമായിട്ട് തന്നെ പനിയായിട്ട് പിടിപെട്ടിട്ടുള്ള പേഴ്സൺസ് അല്ലെ, അവർക്ക് അത് നമുക്കറിയാം അതൊരു ലക്ഷണങ്ങളാണ് അല്ലെ. അപ്പൊ അത് കൃത്യമായിട്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് വാല്യൂ ചെയ്ത് നോക്കാനായിട്ടുള്ള സൗകര്യം അവിടെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പ്രധാനമായിട്ട് പറയുന്നത്. അത് എന്താണ്, തടസ്സമില്ലാത്ത രീതിയിൽ ഇവർക്ക് ഇവാലുവേറ്റ് ചെയ്യണം അല്ലെ. അതാണ് പറയുന്നത്, ഇൻസ്പെക്ഷൻ നടത്തണം, നമുക്ക് നിരീക്ഷിക്കണം. പക്ഷെ രോഗിയെ കിടത്തേം വേണമല്ലേ, നമ്മൾ ആംബുലൻസിലൊക്കെയാണ് കൊണ്ടുപോകുന്നതെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ അവിടെ ഉണ്ടായിരിക്കണം. രോഗിയെ നിരീക്ഷിക്കുകയും ചെയ്യണം, ആവശ്യമായിട്ടുള്ള നടപടികൾ എടുക്കുകയും ചെയ്യണം. അപ്പൊ അതിനാവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് അവിടെ ഉണ്ടായിരിക്കണം. ഒപ്പം തന്നെ തടസ്സമില്ലാത്ത രീതിയിൽ അത് ഉപയോഗിക്കാനുള്ള സൗകര്യങ്ങളും ഉണ്ടായിരിക്കണം. ക്ലിയർ ആയോ? ഓക്കെയാണോ?
Then വീണ്ടും നെക്സ്റ്റ് സെന്റൻസ് നോക്കാം. The non-invasive blood pressure may be notably affected by the motion after effects. അതായത് നമുക്കറിയാം എന്താണ് ഇപ്പോ ഒരു ചലനത്തിലൂടെ തന്നെ അറിയാം, നമ്മളൊരു വാഹനത്തിൽ കയറ്റിയൊക്കെ കൊണ്ടുപോകുമ്പോൾ ആക്ച്വലി നമുക്കറിയാം ആ ഒരു പോകുന്ന ആ ഒരു യാത്രയിൽ തന്നെ ചിലപ്പോൾ ഇവർക്കൊക്കെ അല്ലെ നമുക്കറിയാം രോഗിക്ക് ചിലപ്പോൾ ഒരുപക്ഷെയൊക്കെ എന്താണ് സംസാരിക്കാനൊന്നും പറ്റാത്ത വയ്യാത്ത പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് റിയാക്ട് ചെയ്യാൻ പറ്റില്ല അല്ലെ, നമുക്കൊരു ഉൾപ്പേടിയൊക്കെ ഉണ്ട്. അപ്പൊ പ്രഷറൊക്കെ ഹൈ ആവാനൊക്കെ ആയിട്ടുള്ള അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഡൗൺ ആയി പോകാനൊക്കെ ആയിട്ടുള്ള സാധ്യതകളുണ്ട്. അതാണ് അവിടെ എടുത്തു പറയുന്നത്. Non-invasive blood pressure may be notably affected by the motion after effects. Then, so it may be cautious to use the invasive blood pressure inspection in selected subset of a patient. അതുകൊണ്ട് തന്നെ മസ്റ്റ് ആയിട്ടും ഈ ബ്ലഡ് പ്രഷർ ഒക്കെ എന്തായാലും നോക്കേണ്ടതുണ്ട്. കാരണം ഇങ്ങനെയുള്ള യാത്രയിൽ BP അല്ലെ കൂടാനും കുറയാനൊക്കെ സാധ്യത കൂടുതൽ ഉള്ളത് കൊണ്ട് തന്നെ അത് മസ്റ്റ് ആയിട്ടും നോക്കേണ്ടതാണ്. അത് വാലുവേറ്റ് ചെയ്യാനായിട്ടുള്ള അല്ലെ അത് ആ ഒരു രോഗിയെ നോക്കാനായിട്ടുള്ള സൗകര്യങ്ങൾ കൂടി ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് വേണം രോഗിയെ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാനായിട്ട്. ഓക്കെ, ക്ലിയർ ആയോ? എക്യുപ്മെന്റ്സ് മാത്രം പോരാ, അവിടെ എന്തും കൂടി വേണം, അത് തടസ്സമില്ലാത്ത രീതിയിൽ കൈകാര്യം ചെയ്യാനായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ അല്ലെ ഒരു സൗകര്യം കൂടി അവിടെ ഉണ്ടായിരിക്കും. ഓക്കെയാണോ? നമുക്ക് നെക്സ്റ്റ് പോയിന്റിലേക്ക് പോകാം. ഇനി സ്പീഡ് കൂടിയതിന്റെ ഏതെങ്കിലും പോയിന്റുകൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ചോദിക്കാട്ടോ. നമുക്ക് ഓക്കെയാണ്, ക്ലിയർ ആണ്. നെക്സ്റ്റ് പോയിന്റിലേക്ക് പോകാം. അതില് നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് all the inspection equipment should be secured accurately and should be placed at below the level of a patient for uninterrupted inspection. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ അത് രോഗിയുടെ അല്ലെ അടുത്ത് തന്നെ അതിന്റെ നമുക്കറിയാം രോഗിയോട് ചേർന്ന് അതിന്റെ താഴെ തന്നെ എല്ലാ എക്യുപ്മെന്റ്സ് ഒക്കെ സെക്യൂർ ആയിട്ട് സുരക്ഷിതമായിട്ട് തന്നെ അത് കൃത്യമായിട്ടുള്ള മെഷീൻസ് ഒക്കെ തന്നെ അവിടെ സൗകര്യപൂർവ്വം അത് സൂക്ഷിക്കേണ്ടതാണ്. അതൊരിക്കലും തടസ്സമില്ലാത്ത രീതിയിൽ എന്താണ് പരിശോധനകൾക്ക് വിധേയമാകാനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിൽ അത് അവിടെ ക്രമീകരിച്ച് വെക്കേണ്ടതാണ്. The electrical devices must be functional on battery power with the provision of extra batteries during transfer. നമുക്കറിയാം അവിടെ നമുക്ക് എക്യുപ്മെന്റ്സുകളെല്ലാം തന്നെ എന്താണ് അത് ബാറ്ററി പവറിന്റെ ഒരു ഇതിലോട്ട് തന്നെ അല്ലെ നമുക്കറിയാം കൊണ്ടുപോകുന്ന യാത്രയിൽ ഇലക്ട്രിക്കൽ ആയിട്ടുള്ള സൗകര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അത് മാത്രമല്ല അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ വളരെ ബുദ്ധിമുട്ടാണ് രോഗിക്ക് കൈകാര്യം ചെയ്യാൻ അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ഇലക്ട്രോണിക്സ് അല്ലെ അത്തരത്തിലുള്ള എക്യുപ്മെന്റ്സ് ആയിരിക്കണം അവിടെ യൂസ് ചെയ്യേണ്ടത്. ഇൻ കേസ് നമുക്കറിയാം ഈ പോകുന്ന യാത്രയിൽ എന്തെങ്കിലും ബാറ്ററീസ് ഒക്കെ അല്ലെ മാറ്റേണ്ടത് വേണ്ടി വരികയാണെങ്കിൽ അതിനായിട്ടുള്ള എക്സ്ട്രാ ബാറ്ററീസ് കരുതി വെക്കണം എന്നുള്ളത്. ഓക്കെ, ക്ലിയർ ആയോ? രണ്ട് കാര്യങ്ങളാണ് അവിടെ പറഞ്ഞത്. എന്താണ് ഒന്ന്, രോഗിയോട് അടുത്ത് തന്നെ ഇത്തരത്തിലുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ കരുതി വെക്കണം. തടസ്സമില്ലാത്ത രീതിയിൽ അത് നമ്മളെ പരിശോധിക്കാൻ വേണ്ടിയിട്ട് അത് ക്രമമായിട്ട് തന്നെ സൂക്ഷിക്കുകയും വേണം. നെക്സ്റ്റ് പറയുന്നത് ഇലക്ട്രിക്കൽ ആയിട്ടുള്ള ഡിവൈസുകളാണ് അവിടെ യൂസ് ചെയ്യേണ്ടത്. മസ്റ്റ് ആയിട്ടും എക്സ്ട്രാ ബാറ്ററീസ് അതിന് വേണ്ടിയിട്ട് കരുതി വെക്കണം എന്നുള്ളത്. ഓക്കെ അല്ലേ? ഓക്കെ, നമുക്ക് അറിയാവുന്ന പോയിന്റ്സ് ഒക്കെ തന്നെയാണ്. ഇനി നെക്സ്റ്റ് നോക്കാം. Patients on ventilator must be shifted on a portable transport ventilators with the provision of a display of alarms associated with the tidal volume, airway pressure, inspiratory-expiratory ratio, inspired oxygen fraction and respiratory rate. അതായത് നമുക്കറിയാം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോയിന്റിൽ വെറുതെ ജസ്റ്റ് സൂചിപ്പിച്ചായിരുന്നു എന്താണ് നമുക്ക് ഇത്തരത്തിലുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഈ പോണ യാത്രയിൽ എന്തെങ്കിലുമൊക്കെ ഹൈ ആയി പോകാനായിട്ട് സാധ്യതയുണ്ട് അല്ലെ. എന്തെങ്കിലും ബ്ലഡിന്റെ ബീറ്റിങ്ങോ അല്ലെങ്കിൽ പ്രഷർ വേരിയേഷനോ അങ്ങനെ എല്ലാം തന്നെ എന്തെങ്കിലും അല്ലെ നമുക്ക് ഓക്സിജൻ എടുക്കുന്ന അളവിൽ എന്തെങ്കിലും അല്ലെ ഓക്സിജന്റെ അളവ് കുറയുകയും കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളുന്ന അളവൊക്കെ കുറയുകയും അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും മാറ്റേഴ്സ് വരികയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് എന്താണ് റെസ്പോണ്ട് ചെയ്യുന്ന തരത്തിലുള്ള അലാംസ് സെറ്റ് ചെയ്യേണ്ടതാണ്.
നമുക്കറിയാം അല്ലെ, നമ്മളിപ്പോ ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ കയറുമ്പോഴൊക്കെ നമ്മുടെ ആ ഒരു കണ്ടീഷനുകളൊക്കെ ശ്രദ്ധയോടുകൂടി മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും അല്ലെ. അപ്പൊ എന്തെങ്കിലും അലാംസ് കേൾക്കുന്നതനുസരിച്ചിട്ട് തന്നെ ഡോക്ടേഴ്സ് അതിന്റെ നടപടികൾ സ്വീകരിക്കും. എന്ന് പറഞ്ഞ മാതിരി തന്നെ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അല്ലെ, ആ ഒരു എക്യുപ്മെന്റ്സുകൾക്കൊക്കെ ഇത്തരത്തിലുള്ള എന്തെങ്കിലും അല്ലെ ശരീരത്തിൽ എക്സ്പിറേറ്ററി റേഷ്യോ എന്നൊക്കെ പറയുമ്പോൾ ശരീരത്തിനുള്ളിലേക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ അല്ലെങ്കിൽ പുറന്തള്ളേണ്ട അതിന്റെ അനുപാതമൊക്കെ ക്രമാതീതമായിട്ട് കൂടുകയോ കുറയുകയോ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ള വോളിയത്തിൽ തന്നെ അലാം ചെയ്യുമ്പോൾ അല്ലെ, അലാം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അവര് അല്ലെ അവിടെ കമ്പനി ചെയ്യുന്ന ഡോക്ടേഴ്സ് അല്ലെങ്കിൽ നഴ്സുമാര് കൃത്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. അപ്പൊ അതിന് അനുയോജ്യമാം വിധമാണ് ക്രമീകരിക്കേണ്ടത്. പേഷ്യൻസ് ഓൺ വെന്റിലേറ്റർ മസ്റ്റ് ബി ഷിഫ്റ്റഡ് ഓൺ പോർട്ടബിൾ ഓക്കെ ടൈഡൽ വോളിയം എന്ന് വെച്ചാൽ മിതമായ നിരക്കിലുള്ള വോളിയം. ഓക്കെ, ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട, കാരണം പേഷ്യന്റിന് ഒരുപാട് ഡിസ്റ്റർബ് ആവുകയും ചെയ്യരുത്. പക്ഷെ അത് ഇതിനു വേണ്ടി ശ്രദ്ധിക്കണം എന്നുള്ള ഒരു അലാം മെസ്സേജ് തരികയും വേണം. ഓക്കെ, കിട്ടിയോ? ഓക്കെ, അതാണ് പ്രധാനമായിട്ടും പറയുന്നത്. അപ്പൊ നമ്മള് വെന്റിലേറ്ററിലേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്യുമ്പോഴൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം അല്ലെ. നമ്മളിപ്പോ അവിടുന്ന് പേഷ്യന്റിനെ വെന്റിലേറ്ററിൽ നിന്നാണ് ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ ചെയ്ത് കൊണ്ടുപോകുമ്പോൾ അത്രയും ക്രിട്ടിക്കൽ ആയിട്ടുള്ള സ്റ്റേജിൽ നിന്നാണ് പേഷ്യന്റിനെ കൊണ്ടുപോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ കൊണ്ടുപോകുന്ന സാഹചര്യത്തിൽ ഡിസ്പ്ലേ ചെയ്യുന്ന മോണിറ്റർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള എക്യുപ്മെന്റ്സോട് കൂടിയിട്ടായിരിക്കണം ഈ രോഗിയെ കൊണ്ടുപോകേണ്ടത്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള വേരിയേഷൻസ് വരികയാണെങ്കിൽ അല്ലെ, അത് കൃത്യമായിട്ട് തന്നെ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അളവുകൾ ക്രമാതീതമായിട്ട് കൂടുകയോ കുറയുകയോ ഒക്കെ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കാര്യം വോളിയത്തിൽ തന്നെ അത് നമുക്ക് സിഗ്നൽ കാണിച്ചു തരുന്ന തരത്തിലുള്ള എക്യുപ്മെന്റ്സോട് കൂടിയിട്ടായിരിക്കണം രോഗിയെ മറ്റൊരു പ്ലേസിലേക്ക് കൊണ്ടുപോകാനായിട്ട്. ഓക്കെ, ക്ലിയർ ആയോ? ആണോ? നെക്സ്റ്റ്, അതായത് നമ്മള് ഒരു ആംബുലൻസ് സജ്ജീകരണത്തിൽ പല പല കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. എന്താണ് മെഡിസിൻ ആവശ്യത്തിന് മെഡിസിൻ വേണം. നമ്മൾ നേരത്തെ കൂട്ടി കുറെ കാര്യങ്ങളൊക്കെ പഠിച്ചു അല്ലെ. കുറെ രോഗിക്ക് ആവശ്യമായിട്ടുള്ള മെഡിസിൻ ഇൻജെക്ട് ചെയ്യേണ്ടത് രോഗികളാണെങ്കിൽ അങ്ങനെ ചെയ്യണം. അല്ലെങ്കിൽ അവർക്ക് ട്യൂബുകളൊക്കെ ഘടിപ്പിച്ചുള്ള രോഗികളാണെങ്കിൽ അതൊക്കെ കൃത്യമായ സ്ഥലത്തായിരിക്കണമോ എന്നൊക്കെ ശ്രദ്ധിക്കണം. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ തന്നെയാണ് മറ്റ് കാര്യങ്ങൾ കൂടി, എക്യുപ്മെന്റ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി ഇതിൽ എടുത്തു പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? നെക്സ്റ്റ് നമുക്ക് ഒരു ഇതും കൂടിയുണ്ട് നോക്കാം, സ്പെഷ്യൽ കൺസിഡറേഷൻസ്. If the patient requires an ambulance to take him to another facility, make arrangements for transportation with the social service administration. ഓക്കെ, നമ്മളിപ്പോ കേസ് അല്ലെ പെട്ടെന്ന് തന്നെ നമുക്ക് ആംബുലൻസ് സർവീസിന്റെ ആവശ്യകത ഉണ്ടെങ്കിൽ അത് ആവശ്യമാണ് എങ്കിൽ അത് എത്രയും പെട്ടെന്ന് തന്നെ അറിയിക്കണം അല്ലെ. ചിലപ്പോഴൊക്കെ നമുക്കറിയാം എന്താണ് സോഷ്യൽ ആയിട്ടുള്ള സർവീസുകൾ അല്ലെ, ഏതെങ്കിലുമൊക്കെ സന്നദ്ധ സംഘടനകളിൽ നിന്നൊക്കെ ഈ ഒരു ആംബുലൻസ് സർവീസുകളൊക്കെ ലഭിക്കാറുണ്ട്, ഉണ്ടാവില്ലേ? എന്തെങ്കിലും സന്നദ്ധ സംഘടനകളൊക്കെ ആംബുലൻസ് റെഡിയാക്കി തരാറില്ലേ ചില പ്രത്യേക സാഹചര്യങ്ങളിലൊക്കെ ഉണ്ട്. അപ്പൊ അതിൽ പോകുന്നതിൽ തെറ്റില്ല. പക്ഷെ അവിടെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. make sure that the necessary equipment is gathered to provide care in the course of transport. ഇങ്ങനെ പേഷ്യന്റിനെ കൊണ്ടുപോകുന്ന സാഹചര്യത്തിൽ അതില് ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ ശേഖരിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. നമ്മൾ സന്നദ്ധ സംഘടനകളുടെ ആംബുലൻസ് സർവീസുകളൊക്കെ വരുമ്പോൾ പോകുന്നതിൽ തെറ്റില്ല. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ ആവശ്യകതയുള്ള പേഷ്യൻസിനൊക്കെ അതിയായ എക്യുപ്മെന്റ്സും സാമഗ്രികളൊക്കെ അതിൽ സജ്ജീകൃതമായിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ടതാണ് എന്നുള്ളത്. ഓക്കെ, ക്ലിയർ ആണോ? സ്പെഷ്യൽ കൺസിഡറേഷൻസ് വായിച്ചു നോക്കാം. ജസ്റ്റ് വായിച്ചു നോക്കിയിട്ട് എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.
ക്ലിയർ ആണോ? ഏതെങ്കിലും പോയിന്റുകൾ പറയേണ്ടതുണ്ടോ? വായിക്കാണോ? ക്ലിയർ ആണ്. ഇവിടെ കുറച്ച് എടുത്ത് പറയുന്ന കുറച്ച് കാര്യം എന്നുള്ളത് ഇവിടെയാണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാനായിട്ടുള്ള ഒരു ചെറിയ സാധ്യതയുള്ളത്. എയർവേ പ്രഷർ എന്ന് പറഞ്ഞാൽ വായു സമ്മർദ്ദം, അതായത് വ്യക്തിക്ക് കൃത്യമായിട്ടുള്ള വായു വലിക്കാനായിട്ട് പറ്റുന്നുണ്ടോ അല്ലെ പ്രഷർ നമ്മുടെ പേഷ്യന്റിന്. അതേമാതിരി തന്നെ ഇൻസ്പിറേറ്ററി എക്സ്പിറേറ്ററി റേഷ്യോ എന്ന് പറയുന്നത് രോഗി ശരീരത്തിനുള്ളിലേക്ക് വലിച്ചെടുക്കുന്നതും പുറന്തള്ളുന്നതുമായിട്ടുള്ള അല്ലെ അളവ് അല്ലെ, ശ്വസിക്കുമ്പോൾ വായു എത്രത്തോളം അകത്തേക്ക് വലിച്ചെടുക്കാൻ ഇദ്ദേഹത്തിന് പറ്റുന്നുണ്ടോ, പുറന്തള്ളാൻ പറ്റുന്നുണ്ടോ, അതിലേക്ക് കൃത്യമായിട്ടുള്ള അളവില്ല എങ്കിൽ, കൃത്യമായിട്ട് തന്നെ രോഗിക്ക് അതിനുള്ള ശേഷിയില്ല എങ്കിൽ, നമുക്കറിയാം വെന്റിലേറ്ററിൽ നിന്നാണ് രോഗിയെ കൊണ്ടുപോകുന്നത്. അപ്പൊ അതിനാവശ്യമായിട്ടുള്ള സിഗ്നൽ അവിടെ കാണിച്ചിരിക്കണം. ദെൻ ഇൻസ്പയർഡ് ഓക്സിജൻ ഫ്രാക്ചർ അതെന്ന് പറയുമ്പോൾ അതിന്റെ റെസ്പിറേറ്ററി റേറ്റ് എന്ന് പറയുമ്പോൾ നമ്മളെ ശരീരത്തിലേക്ക് വായു വലിച്ചെടുത്താൽ മാത്രം പോരാ, കൃത്യമായ അളവിൽ ഓക്സിജൻ നമ്മൾ വലിച്ചെടുക്കണം അല്ലെ. നമുക്ക് ആവശ്യമായിട്ടുള്ള കൃത്യമായ അളവിൽ ഓക്സിജൻ സ്വീകരിക്കുകയും വേണം, മതിയായ അല്ലെ അളവിൽ തന്നെ കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളുകയും വേണം. അപ്പൊ അതിന്റെ ആ ഒരു കൃത്യമായ അളവ് തന്നെയാണോ എന്നുള്ളതും അതും എന്താണ് മോണിറ്റർ ചെയ്യാനായിട്ടുള്ള സംവിധാനം ഉണ്ടായിരിക്കണം. കേസ് രോഗി വെന്റിലേറ്റർ പേഷ്യന്റ് ആയതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള സൗകര്യം ആ രോഗിയോടൊപ്പം ഉണ്ടായിരിക്കണം എന്നുള്ളത്. ക്ലിയർ ആയോ? നിങ്ങൾക്ക് ക്ലിയർ ആവുന്നില്ലെങ്കിൽ ഒന്ന് പറയുന്നുണ്ടോ? കാരണം ഞാനൊരു ചെറിയ പല്ലിന്റെ ട്രീറ്റ്മെന്റിന് പോയി, ഇപ്പൊ ചെറുതായിട്ട് വായൊക്കെ പൊട്ടിയിരിക്കുകയാണ്. അപ്പൊ എന്തെങ്കിലും സെന്റൻസുകൾ അല്ലെങ്കിൽ ക്ലിയർ ആവാത്തതുണ്ടെങ്കിൽ ഞാൻ ചെറുതായിട്ടൊക്കെ എന്താ പറയാ, നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പക്ഷേ ക്ലിയർ ആവാത്തതുണ്ടെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് പറയണതിന് തെറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്, എവിടെയെങ്കിലും വിട്ടുപോകുന്നുണ്ടെങ്കിലും മുറിഞ്ഞു പോകുന്നുണ്ടെങ്കിലൊക്കെ ചോദിക്കാം. നെക്സ്റ്റ് നോക്കാം. ഹെമോഡൈനാമിക് മോണിറ്ററിംഗ് എന്ന് പറയുന്നത് നമ്മുടെ രക്തത്തിന്റെ അല്ലെ, നമ്മൾ എന്തെങ്കിലും എന്താ പറയാ രക്തസ്രാവം അല്ലെ, ഒരുപാട് രക്തം പോകുന്നുണ്ട് എങ്കിൽ അത് കൃത്യമായിട്ട് തന്നെ നിരീക്ഷിക്കേണ്ടതാണ്. അല്ലെങ്കിൽ നമുക്കറിയാം അല്ലെ, ആ പോകുന്ന പോക്കിൽ തന്നെ ഒരുപാട് ബ്ലഡ് ഫ്ലോ ആയിട്ട് പോകാനൊക്കെ ആയിട്ടുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ക്ലിയർ ആയോ? നമ്മൾ ആ മെഷീൻ എക്യുപ്മെന്റ്സ് ഒക്കെ എടുക്കുന്ന ഒരു ഇതിലാണെന്ന് തോന്നുന്നു. അങ്ങനെയൊക്കെയുള്ള ഫ്ലോ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഡയതേർമി മെഷീന്റെ ഒക്കെ ഉപയോഗം അവിടെ വരും. കാരണം അവിടെ കൃത്യമായിട്ട് തന്നെയുള്ള ഒരു അല്ലെ നമ്മളുടെ ഇലക്ട്രിക് സംവിധാനത്തോട് കൂടിയിട്ട് തന്നെ ആ ഞരമ്പിലൂടെ ആ ഒരു ഫ്ലോ അല്ലെ രക്തത്തിന്റെ ഒഴുക്ക് നിയന്ത്രിക്കാനായിട്ടുള്ള സംവിധാനം ഉണ്ടായിരിക്കണം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകാം. സ്പെഷ്യൽ കൺസിഡറേഷൻ നോക്കാം. സ്പെഷ്യൽ കൺസിഡറേഷനിൽ പറയുന്നത് സ്പെഷ്യൽ കൺസിഡറേഷൻ വരെയാണ് പറഞ്ഞു നിർത്തിയത്. ഇനി ഡോക്യുമെന്റേഷൻ അല്ലെ, ഡോക്യുമെന്റേഷൻ നോക്കാം. ദ authentication of a patient transfer is the most significant but often missed as part of a transfer. അതായത് ആധികാരികമായിട്ടുള്ള രേഖകളെല്ലാം കൈമാറ്റം ചെയ്യപ്പെടണം അല്ലെ, അത് കൃത്യമായിട്ടുള്ള ഒരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷെ ചിലപ്പോഴെങ്കിലും അതിന് വലിയ പ്രാധാന്യം കാണിക്കാറില്ല എന്നുള്ളത്. പക്ഷെ നമുക്കറിയാം മോസ്റ്റ് ഓഫ് ദ എന്താണ് രോഗിയുമായി ബന്ധപ്പെട്ട് ആധികാരികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം എന്താണ്, ഈ ആധികാരികമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ താഴേക്ക് വരുന്നുണ്ട്. നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലായി വരും. എന്താണ് ദ ഐഡന്റിഫിക്കേഷൻ ഓഫ് എ പേഷ്യന്റ് ട്രാൻസ്ഫർ ഇസ് മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബട്ട് ഓഫൺ മിസ്ഡ് ആസ് പാർട്ട് ഓഫ് എ ട്രാൻസ്ഫർ. നമുക്കറിയാം രോഗിയെ കൊണ്ടുപോകുന്ന മാത്രയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം അല്ലെ, നമ്മൾ കണ്ട കുറെ കാര്യങ്ങളൊക്കെ നടപടികളൊക്കെ സ്വീകരിക്കുന്നു. അപ്പൊ അതിൽ ആധികാരികമായിട്ടുള്ള കുറെ കാര്യങ്ങൾ അല്ലെ, രോഗി കൈമാറ്റവുമായി ബന്ധപ്പെട്ടുള്ള ആധികാരിക സിഗ്നേച്ചറും കാര്യങ്ങളും എല്ലാം തന്നെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അത് ഇടയ്ക്കെങ്കിലും മിസ്സായി പോകാനൊക്കെ ആയിട്ടുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നു.
Then next എന്താ പറയുന്നത്, the authentication should always be oblivious at all stage of transfer. അത് വ്യക്തമായ രീതിയിൽ തന്നെയായിരിക്കണം ഈ ആധികാരികമായ കാര്യങ്ങളെല്ലാം അത് കൃത്യമായിട്ട് തന്നെ അതിൽ കാണിച്ചിരിക്കണം എന്നുള്ളതാണ്. Since it was the only legal report that the patient was transferred, so it must consist of the patient's condition, reason to transfer name and designation of referring and receiving clinicians, details and the status of important signs before the transfer, clinical event during the transfer and the treatment given. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു നഴ്സ് നമ്മൾ ആ ഒരു ഡോക്യുമെന്റേഷന്റെ കാര്യത്തിലൊക്കെ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. എന്താണ് കൃത്യമായിട്ടുള്ള രേഖകൾ, ഈ വ്യക്തിയുടെ പേഷ്യന്റിന്റേതായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും അവരുടെ പരിശോധന കാര്യങ്ങള് എല്ലാ കാര്യങ്ങളെല്ലാം കൈമാറ്റം ചെയ്യണമെന്നുള്ളത് ഇല്ലേ? നമ്മൾ നേരത്തെ പഠിച്ചില്ലായിരുന്നോ? ആദ്യമൊക്കെ നമ്മള് അതിനെ പറ്റി കൺസേൺഡ് ലെറ്റർ ഉണ്ടാക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തായിരുന്നു. അതിന്റെ കൂട്ടത്തില് പറഞ്ഞു പോയിരുന്നു. ഓക്കെ, അപ്പൊ അതില് അത് തന്നെയാണ് എടുത്ത് പറയുന്നത്. ഇതിന് എന്താ പ്രാധാന്യത്തോടു കൂടി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ലീഗൽ ആയിട്ടുള്ള നിയമപരമായിട്ടുള്ള ഒരു വശം കൂടിയുണ്ട് അല്ലെ. നമ്മളൊരു പേഷ്യന്റിനെ കൊണ്ടുപോയി മറ്റൊരു പ്ലേസിലേക്ക് ട്രീറ്റ്മെന്റിനൊക്കെ ആയിട്ട് കൊണ്ടുപോകുമ്പോൾ ഇൻ കേസ് അതിനിടയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ, അല്ലെങ്കിൽ ആ രോഗി അവിടെ ചെന്ന മാത്രമേ തന്നെ ആ രോഗിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ, ഇൻ കേസ് രോഗിയുടെ ഭാഗത്ത് നിന്നൊക്കെ എന്തെങ്കിലും ലീഗൽ ആയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും അവിടെ എവിഡൻസുകളൊക്കെ കാണിക്കേണ്ടതുണ്ട് അല്ലെ, തെളിവുകളൊക്കെ കാണിക്കേണ്ടതുണ്ട്. ഉണ്ടാവില്ലേ? ഉണ്ടാവോ? ഇല്ലേ? നമ്മളൊരു പേഷ്യന്റിനെ എത്രയും പെട്ടെന്ന് ചികിത്സകളും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് ആ പേഷ്യന്റ് ഇരിക്കാതെ തന്നെ അല്ലെ ഉണ്ടാവും അല്ലെ. മസ്റ്റായിട്ടും ഇൻ കേസ് വലിയ കുഴപ്പമില്ലാത്ത ഒരു പേഷ്യന്റ് ആയിരുന്നു, കൊണ്ടുപോയ ആ ടൈമിനുള്ളിൽ എന്തൊക്കെയോ സംഭവിച്ചു, രോഗിയുടെ അപകടം തരണം ചെയ്യാൻ പറ്റാത്ത സ്റ്റേജിലൊക്കെ ആയിപ്പോയി. അങ്ങനെയൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും രോഗിയുടെ റിലേറ്റീവ്സോ ആരെങ്കിലൊക്കെ ആയിട്ട് കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാനൊക്കെ ആയിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പോ ഇങ്ങനെ വരുന്ന സാധ്യതകളിൽ കൃത്യമായിട്ട് എന്താണ് ഹോസ്പിറ്റലിന്റെ ഭാഗത്തു നിന്നും കൃത്യമായിട്ടുള്ള തെളിവുകൾ ഉണ്ടായിരിക്കണം അല്ലെ. രോഗിക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ നേടിയെടുക്കണമെങ്കിൽ, രോഗിക്ക് ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകണമെങ്കിലും ഈ നിയമപരമായിട്ടുള്ള ഈ പേപ്പേഴ്സിന് പ്രാധാന്യമുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പൊ നോക്കാം, the authentication should always be obvious at all stage of transfer. അപ്പൊ ഇത്തരത്തിലുള്ള രോഗിയുടെ കൈമാറ്റത്തിന് ആവശ്യമായ ഈ പ്രമാണ രേഖകളെല്ലാം തന്നെ അത് വ്യക്തമായ രീതിയിൽ ഓരോ സ്റ്റേജിലും എന്തൊക്കെയായിരുന്നു അല്ലെ, രോഗി അഡ്മിഷന് വരുന്നപ്പോൾ എന്തായിരുന്നു, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത്, ഇതെല്ലാം തന്നെ അത് കൃത്യമായ ഭാഷയിൽ തന്നെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം. സിൻസ് ഇറ്റ് വാസ് ദ ഓൺലി ലീഗൽ റിപ്പോർട്ട് ദാറ്റ് ദ പേഷ്യന്റ് വാസ് ട്രാൻസ്ഫേർഡ്. എന്താണ്, രോഗി ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ മുതൽ അതൊരു ലീഗൽ ആയിട്ടുള്ള ഒരു പേപ്പർ കൂടിയാണ് അല്ലെ. So it must consist of the patient condition, reason to transfer name and designation of referring and receiving clinicians, details and the status of important signs before the transfer. Then clinical events during the transfer and the treatment given. അപ്പൊ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് ഘട്ടം ഘട്ടമായിട്ട് പറയുന്നുണ്ട്. എന്താണ് അതിൽ ഫസ്റ്റ് വൺ പറയുന്നത്, പേഷ്യന്റിന്റെ കണ്ടീഷൻ അല്ലെ, ഇപ്പോഴത്തെ പേഷ്യന്റിന്റെ കണ്ടീഷൻ, റീസൺ ടു ട്രാൻസ്ഫർ. ഇൻ കേസ് ഇപ്പോഴത്തെ കണ്ടീഷൻ അല്ല, നിലവിൽ എന്തായിരുന്നു ആ കണ്ടീഷൻ, എന്തുകൊണ്ടാണ് ഈ പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യേണ്ട ഒരവസ്ഥ വന്നത്. ദെൻ നെയിംസ് ആൻഡ് ഡെസിഗ്നേഷൻ ഓഫ് റെഫറിങ്, അദ്ദേഹത്തിനെ ആ പേഷ്യന്റിനെ റെഫർ ചെയ്ത വ്യക്തി ആരാണ്, അവരുടെ ഡെസിഗ്നേഷനും കാര്യങ്ങളും ഉണ്ടായിരിക്കണം. ആൻഡ് റിസീവിംഗ് ക്ലിനീഷ്യൻസ് ഡീറ്റെയിൽസ്, അവര് എവിടേക്കാണ് കൊണ്ടുപോകുന്നത് അവരുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഒക്കെ ഉൾപ്പെടുത്തിയിരിക്കണം. ആൻഡ് സ്റ്റാറ്റസ് ഓഫ് ഇമ്പോർട്ടന്റ് സൈൻസ് ബിഫോർ ദ ട്രാൻസ്ഫർ. അത് മാത്രമല്ല, എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സൈനുകളൊക്കെ നമുക്കറിയാം. നമ്മളെ പേഷ്യന്റിനെ കൊണ്ടുപോകണമെന്ന് ആവശ്യപ്പെടുമ്പോൾ മുതൽ ഹോസ്പിറ്റലിന്റെ ഭാഗത്തു നിന്നും അല്ലെ നമ്മുടെ സൈനുകളും കാര്യങ്ങളൊക്കെ അവർ ആവശ്യപ്പെടും. അത് മാത്രമല്ല, ഡോക്ടേഴ്സിന്റെ സൈനും കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടാവും അല്ലെ. ട്രാൻസ്ഫർ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിരുന്ന ബ്ലഡ് ഫോമിൽ ഡോക്ടർ എഴുതി അദ്ദേഹത്തിന്റെ ഡെസിഗ്നേഷനോട് കൂടി തന്നെയായിരിക്കണം എന്താ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഒരുങ്ങേണ്ടതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അപ്പൊ അത്തരത്തിലുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കണം. വീണ്ടും പറയുന്നത് ക്ലിനിക്കൽ ഇവന്റ്സ് ഡ്യൂറിങ് ദ ട്രാൻസ്ഫർ ആൻഡ് ദ ട്രീറ്റ്മെന്റ് ഗിവൺ. ഇൻ കേസ് നമ്മളിങ്ങനെ കൊണ്ടുപോകുന്ന യാത്രയിൽ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ, രോഗിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അവിടെ എന്ത് ട്രീറ്റ്മെന്റ് ആണോ കൊടുത്തത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ
ആ ഒരു അതെന്റിക്കേഷനിൽ ഉൾപ്പെടുത്തിയിരിക്കണം എന്നുള്ളത്. ക്ലിയർ ആണോ? സെക്കൻഡ് പോയിന്റ് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം, നിർത്തി വായിച്ചു നോക്കാം. എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ഏതെങ്കിലും ഭാഗത്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. സെക്കൻഡ്, അതായത് the authentication should always be പോയിന്റ് തന്നെയല്ലേ. The authentication should always be obvious at all stage of transfer. അതായത് ട്രാൻസ്ഫറിന്റെ എല്ലാ സ്റ്റേജിലും എന്തൊക്കെ കാര്യങ്ങളാണെന്ന് വ്യക്തമായിട്ടുള്ള ഒരു ഭാഷയിൽ തന്നെ ആ ഒരു പ്രമാണത്തിൽ എഴുതിയിരിക്കണമെന്നാണ് പറയുന്നത്. അതിൽ പ്രധാനമായിട്ടും പറയുന്നത് സിൻസ് ഇറ്റ് വാസ് ദ ഓൺലി ലീഗൽ റിപ്പോർട്ട് ദാറ്റ് ദ പേഷ്യന്റ് വാസ് എ ട്രാൻസ്ഫർ. ഇത് പേഷ്യന്റിന്റെ ട്രാൻസ്ഫർ മുതൽ എന്താണ്, ഇതൊരു നിയമപരമായിട്ടുള്ള ഒരു പ്രമാണം കൂടിയാണ്. അതുകൊണ്ട് തന്നെ സോ ഇറ്റ് മസ്റ്റ് കൺസിസ്റ്റ്, അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ഇതിൽ ഇൻക്ലൂഡഡ് ആവണം അല്ലെ, അതിൽ ഉൾക്കൊള്ളിക്കണം എന്നുള്ളതാണ്. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളിക്കണം എന്ന് പറയുന്നത്? പേഷ്യൻസ് കണ്ടീഷൻ, പേഷ്യന്റിന്റെ കണ്ടീഷൻ എന്താണ്, റീസൺ ടു ട്രാൻസ്ഫർ നെയിംസ് അല്ലെ, എന്ത് റീസൺ കൊണ്ടാണ് പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത്, ആൻഡ് ഡെസിഗ്നേഷൻ ഓഫ് റഫറിംഗ് ആൻഡ് റിസീവിംഗ് ക്ലിനീഷ്യൻസ്. അപ്പൊ അവിടെ ഡെസിഗ്നേഷൻ, ഇദ്ദേഹത്തിന് ഈ പേഷ്യന്റിനെ റെഫർ ചെയ്തിരുന്ന ഡോക്ടറിന്റെ കാര്യങ്ങളും ഡെസിഗ്നേഷൻ കാര്യങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുത്തിയിരിക്കണം. ആൻഡ് റിസീവിംഗ്, അത് മാത്രമല്ല റിസീവിംഗ് ക്ലിനീഷ്യൻ, നമ്മൾ എവിടേക്കാണോ കൊണ്ടുപോകുന്നത് അവിടത്തെയും ഡീറ്റെയിൽസുകളെല്ലാം ഈ ഒരു പ്രമാണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കണം. ആൻഡ് സ്റ്റാറ്റസ് ഓഫ് ഇമ്പോർട്ടന്റ് സയൻസ് ബിഫോർ ദ ട്രാൻസ്ഫർ, നമുക്കറിയാം ആവശ്യമായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒപ്പുകളെല്ലാം അല്ലെ, ഈ രോഗിയെ പരിശോധിച്ച ഡോക്ടർ, അതേമാതിരി തന്നെയാണ് നമ്മൾ നേരത്തെ കണ്ടിരുന്ന നഴ്സിംഗ്മാരുടെയൊക്കെ സമ്മറി റിപ്പോർട്ടുകളൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ അവരുടേതായിട്ടുള്ള ഒപ്പുകളും കാര്യങ്ങളുണ്ട്. പേഷ്യന്റിന്റെ റിലേറ്റീവ്സ് മേടിച്ച സൈനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അത്തരത്തിലുള്ള എല്ലാ സൈനുകളെല്ലാം അതിൽ ഉൾപ്പെടുത്തിയിരിക്കണം. ദെൻ ക്ലിനിക്കൽ ഇവന്റ് ഡ്യൂറിംഗ് ദ ട്രാൻസ്ഫർ ആൻഡ് ദ ട്രീറ്റ്മെന്റ് ക്യൂർ. അതിൽ പറയുന്നത് മറ്റൊരു കാര്യം, നമ്മളിങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്ന ടൈമില്, ഡ്യൂറിങ് ദ ടൈമില് എന്തെങ്കിലും ഈവെന്റ്സ്, എന്തെങ്കിലും സംതിങ് അല്ലെ പേഷ്യന്റിന് വന്നിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ചിലപ്പോൾ രോഗങ്ങളോ എന്തെങ്കിലും വരാനായിട്ടുള്ള സാധ്യതകളുണ്ട് അല്ലെ. അപ്പൊ എന്തെങ്കിലും നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ട്രീറ്റ്മെന്റ് രോഗിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം തന്നെ അതിൽ ഉൾപ്പെടുത്തിയിരിക്കണം എന്നുള്ളത്. ക്ലിയർ ആയോ? നെക്സ്റ്റ് പോയിന്റിലേക്ക് പോകാം. നെക്സ്റ്റ് പോയിന്റ് നോക്കാം. സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റിമണി ഷുഡ് ബി യൂസ്ഡ് ആൻഡ് സസ്റ്റെയിൻഡ് ബോത്ത് ഫോർ ഇൻട്രാ ആൻഡ് ഇന്റർ ഹോസ്പിറ്റൽ ട്രാൻസ്ഫർ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലെ, ഒരു സാക്ഷ്യപത്രം, അത് നല്ല രീതിയിലുള്ള സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റിമണി അത് മസ്റ്റായിട്ടും എന്താണ് യൂസ് ചെയ്യുകയും അത് നിലനിർത്തുകയും വേണം ഏത് ട്രാൻസ്ഫറിലും ഫോർ ബോത്ത് ഇൻട്രാ ആൻഡ് ഇന്റർ ഹോസ്പിറ്റൽ ട്രാൻസ്ഫർ. അതായത് ഹോസ്പിറ്റലിന്റെ ഇപ്പൊ ഇൻ കേസ് ICUലേക്ക് ഷിഫ്റ്റ് ചെയ്താലും അല്ലെങ്കിൽ ബ്രാഞ്ചിലേക്കൊക്കെ പേഷ്യന്റിനെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിലേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിലും എല്ലാത്തിലും അവിടെ കൃത്യമായിട്ടുള്ള സാക്ഷ്യപത്രം, നമുക്കറിയാം രോഗിയുടെ അല്ലെ റിലേറ്റീവ്സിൽ നിന്നോ അല്ലെങ്കിൽ രോഗിയിൽ നിന്നൊക്കെ കൃത്യമായിട്ടുള്ള സാക്ഷ്യപത്രം എഴുതി ഒപ്പിട്ട് സൈൻ ചെയ്ത് മേടിച്ചാൽ മാത്രമാണ് ഇത്തരം ഷിഫ്റ്റിംഗ് കാര്യങ്ങളൊക്കെ സ്വീകരിക്കുകയുള്ളൂ. These legal papers should be used for audit purpose for investigating the defects in the patient transfer. എന്തെങ്കിലും പേഷ്യന്റിന്റെ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡിഫക്റ്റുകൾ അല്ലെ, നമുക്കറിയാം ഡിഫക്റ്റുകൾ വരുമ്പോഴാണ് ലീഗൽ ഇഷ്യൂ ആയിട്ട് വരുള്ളൂ അല്ലെ. അപ്പൊ എന്തെങ്കിലും അപാകതകൾ ഉണ്ട് എങ്കിൽ ഈ ഒരു പേപ്പറാണ് മെയിൻ ആയിട്ട് ലീഗൽ പേപ്പർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. These legal papers should be used for audit purpose അല്ലെ, അത് വിശകലനം ചെയ്യുന്നത് എപ്പോഴാണ്, എന്തെങ്കിലും പേഷ്യന്റിന്റെ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡിഫക്റ്റുകൾ അത് നിരീക്ഷിച്ച് കണ്ടെത്തുകയാണെങ്കിൽ അതിന് നമ്മൾക്ക് ലീഗൽ പേപ്പർ ആയിട്ട് ഒരു എവിഡൻസ് ആയിട്ട് കൈകാര്യം ചെയ്യുന്നത്, അത് യൂസ് ചെയ്യുന്നത് ഓഡിറ്റ് പർപ്പസിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു പേപ്പറാണ്
എന്ത് സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റിമണി എന്നുള്ളത്. ഓക്കെ, സാക്ഷ്യപത്രം നമ്മൾ കണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ അല്ലെ, നേരത്തെയൊക്കെ ഡിസ്കസ് ചെയ്ത പോയിന്റ് ആണ്. അപ്പൊ നമ്മളിപ്പോ ഒരു ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ അത് ഇന്റേണൽ ട്രാൻസ്ഫർ ആണെങ്കിൽ കൂടി തീർച്ചയായിട്ടും എന്താണ് റിലേറ്റീവ്സിൽ നിന്നൊക്കെ സൈൻ മേടിച്ചിട്ട് മാത്രമാണ് അത് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പാടുള്ളൂ എന്നുള്ളത്. ക്ലിയർ ആണോ? മേടിക്കാറില്ലേ? എവിടേക്കെങ്കിലും നമ്മൾ പെട്ടെന്ന് അങ്ങോട്ടേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്യണം, ICUലേക്ക് പോകണമെന്ന് പറയുമ്പോൾ രോഗിയെ വേഗം കൊണ്ട് ICUലേക്ക് ഷിഫ്റ്റ് ചെയ്യാനോ ചെയ്യാറ്? അല്ലെങ്കിൽ റിലേറ്റീവ്സിനോടൊക്കെ ചോദിച്ച് അനുവാദം മേടിച്ചിട്ടാണോ കൊണ്ടുപോവാറ്? ആണോ? നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത ഒരു പേഷ്യന്റിനെ ചോദിക്കും അല്ലെ, ചോദിച്ച് നമ്മുടെ സമ്മതം മേടിച്ചതിന് ശേഷം മാത്രമേ കൊണ്ടുപോകുള്ളൂ അല്ലെ. ലീഗൽ പേപ്പറുകൾ ഇങ്ങനെ എന്തെങ്കിലും സംതിങ് പ്രോബ്ലംസ് വരികയാണെങ്കിൽ അതിനെ നേരിടാൻ വേണ്ടിയിട്ടാണ് അത്തരം നടപടികൾ അവർ സ്വീകരിക്കുന്നത്. നെക്സ്റ്റ് ലാസ്റ്റ് പോയിന്റ് നോക്കാം. There should be an official handing over at the receiving facility between the transferring team and the receiving team, who include the doctors and nurses. The different reports of a clinical investigation and a diagnostic studies should be transferred to the acquiring team. അതായത് നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ മാതിരി രോഗി കൈമാറ്റം നമുക്ക് നടത്താം അല്ലെ. അങ്ങനെ കൈമാറ്റം നടത്തുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് സ്വീകരിക്കുന്ന വ്യക്തികളും അതേമാതിരി തന്നെ കൈമാറ്റം ചെയ്യുന്ന ടീമും തമ്മിലൊരു ബന്ധം അല്ലെ. അവര് തീർച്ചയായിട്ടും ഡോക്ടേഴ്സും നഴ്സുമാരും വേണമെങ്കിൽ അത് അക്കമ്പനി ചെയ്തിട്ട് തന്നെ രോഗിയെ കൈമാറ്റം ചെയ്യാമെന്നുള്ളതാണ്. ഔദ്യോഗികമായിട്ടുള്ള ഒരു കൈമാറ്റം അവിടെ ഉണ്ടായിരിക്കണം അല്ലെ. അതാണ് പറയുന്നത് there should be an official handling over. ഒഫീഷ്യൽ ഹാൻഡിലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു കൈമാറ്റം അവിടെ സാധ്യമായിരിക്കണം. അതായത് അവിടെ നിയമപരമായിട്ടുള്ള ഒരു വശം കൂടിയുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് എന്താണ് there should be an official handing over the receiving facility between the transferring team and the receiving team. അവിടെ ഒരു ഔദ്യോഗിക കൈമാറ്റം ഉണ്ടായിരിക്കണം. who include the doctors and nurses. അതിൽ വേണമെങ്കിൽ ഡോക്ടേഴ്സും അല്ലെ തീർച്ചയായിട്ടും നഴ്സുമാരൊക്കെ ഇൻക്ലൂഡഡ് ആവാം. The different reports of a clinical investigation and diagnostic studies should be transferred to the acquiring team. അതായത് രോഗിയെ സ്വീകരിക്കുന്ന ടീമിന് എന്താണ് അവരുടെ രോഗനിർണയവും അല്ലെങ്കിൽ അവരുടെ പരിശോധന കാര്യങ്ങളൊക്കെ ആവശ്യമായിട്ടുള്ള റിപ്പോർട്ടുകളെല്ലാം കൈമാറ്റം ചെയ്യാവുന്നതാണ്. ഡിഫറെന്റ് റിപ്പോർട്ട്സ് ഓഫ് ക്ലിനിക്കൽ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ഡയഗ്നോസ്റ്റിക് സ്റ്റഡീസ് ഷുഡ് ബി ട്രാൻസ്ഫർഡ് ടു ദി acquiring team. നമ്മൾ സ്വീകരിക്കുന്ന അല്ലെ നമ്മൾ പേഷ്യന്റിനെ സ്വീകരിക്കുന്ന ടീമിന് ഇത്തരത്തിലുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ കൈമാറ്റം ചെയ്യേണ്ടതുമാണ് എന്നുള്ളത് നമ്മൾ അതും നേരത്തെ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്താണ് അല്ലെ. ഒരു കോപ്പികളെല്ലാം അവർക്ക് കൊടുക്കേണ്ടതാണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ നേരത്തെ ഡിസ്കസ് ചെയ്ത പോയിന്റിൽ ഉണ്ടായിരുന്നതാണ്. വായിച്ചു നോക്കാം, എന്തെങ്കിലുമൊക്കെ പോയിന്റുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. കുറച്ച് ഡോക്യുമെന്റ്സ് ഇത് വരുന്നുണ്ട്, അത് ഒന്നിച്ചൊരു ഹെഡിങ് ആയിട്ട് കൊടുത്തേക്കുന്നുള്ളൂ. അതായത് പല പല ഡോക്യുമെന്റ്സിന്റെ കാര്യം പല പ്ലേസുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലെ. ഇതൊക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തേക്കുന്ന പോയിന്റ്സ് ആണ്. അപ്പൊ ഡോക്യുമെന്റേഷൻ എന്നുള്ളതിൽ ഈ ഒരു ട്രാൻസ്ഫറിങ്ങുമായി ബന്ധപ്പെട്ട് വരുന്ന ഡോക്യുമെന്റേഷൻ ഏതൊക്കെയാണെന്നുള്ളതാണ് ഇതിൽ ഒരു 4 പോയിന്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. വായിച്ചു നോക്കാം, ഏതെങ്കിലും പോയിന്റ് പറയേണ്ടതുണ്ടോ? അതില് ചോദിക്കാറുണ്ട്, അതായത് എനിക്കിപ്പോഴും ടെസ്റ്റിമണിയിലൊക്കെ കാര്യം നേരത്തെ ചോദിച്ചേക്കുന്ന ചോദ്യം പോലെ തന്നെയാണ് കാണാറുള്ളത്. അതായത് എപ്പോഴും അല്ലെ ഇൻട്രാ ആണെങ്കിൽ ഇൻ കേസ് ഇന്റർ ഹോസ്പിറ്റൽ ട്രാൻസ്ഫറിലെല്ലാം തന്നെ എന്താണ് ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റിമണി അത് മസ്റ്റ് ആയിട്ട് തന്നെ ഫോളോ ചെയ്യേണ്ടതുണ്ട്. പിന്നെ അതേമാതിരി തന്നെ എന്താണ് ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഹാൻഡിങ് ഓവർ ആണ് റിസീവിങ് അതോറിറ്റി അല്ലെങ്കിൽ കൊടുക്കുന്നല്ലേ പറഞ്ഞു വിടുന്ന റിസീവിങ് ഫെസിലിറ്റീസും. അതേമാതിരി തന്നെ നമ്മൾ പറഞ്ഞത് എന്താണ് നേരത്തെ പറഞ്ഞത് there should be an official handing over at the receiving facility between the transferring team and the receiving team അല്ലെ. ട്രാൻസ്ഫറിംഗ് ടീമും റിസീവിംഗ് ടീമും തമ്മിൽ എങ്ങനെയുള്ള ഒരു ബന്ധം ഉണ്ടായിരിക്കണം, ഒരു ഹാൻഡ്ലിംഗ് ആണ് ഉണ്ടായിരിക്കേണ്ടത്. ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ഹാൻഡിങ് ആണ് ഉണ്ടായിരിക്കേണ്ടത്.
അതൊക്കെ നോട്ട് ചെയ്യാം. നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ്. മോക്ക് ടെസ്റ്റ് എന്തായാലും ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. അതോടുകൂടി നമുക്ക് ക്യാച്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, എവിടെയാണ് നമ്മൾ ഇത് കീപ്പ് ചെയ്യേണ്ടതെന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. രോഗിയുടെ അടുത്ത് തന്നെ അല്ലെ, വലിയ അങ്ങനെ എന്താ പറയുക, നമ്മൾ സൂക്ഷിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ രോഗിക്ക് ആവശ്യമായിട്ടുള്ള സമയത്ത് രോഗിക്ക് കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ രോഗിയോട് ചേർന്ന് അതേമാതിരി തന്നെ എന്താണ് വലിയ തടസ്സങ്ങളൊന്നും ഇല്ലാത്ത തരത്തിലുള്ള രീതിയിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലാണ് അത് കീപ്പ് ചെയ്യേണ്ടത്. പിന്നെ വലിയ പ്രശ്നമില്ലാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഇതിൽ വരാറോ. നമുക്കറിയാം ഓരോ ചാപ്റ്ററിൽ നിന്നും ഓൾമോസ്റ്റ് കുറച്ച് 3-4 ക്വസ്റ്റ്യൻസേ പറ്റുള്ളൂ അല്ലെ. അപ്പൊ അതില് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതില് റയർ ആയിട്ട് വരുന്ന ഈ ഭാഗത്ത് നിന്ന് അധികം പ്രതീക്ഷിക്കാനില്ല. റയർ ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ്. ഞാൻ ഇതിനോടൊപ്പം തന്നെ ഒരു ചാപ്റ്ററും കൂടി എടുത്തിട്ടുണ്ട്. ഒരു കഴിച്ചുള്ള കൊണ്ട് അടുത്തൊരു ചാപ്റ്ററും കൂടി സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. നിങ്ങളുടെ കയ്യിൽ കാണോ? ഇതിന്റെ ഈ ചാപ്റ്ററിൽ എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് ജസ്റ്റ് വായിച്ചു നോക്കാം. ഏതെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ചെറിയ ചാപ്റ്റർ ആണെങ്കിലും കുറെ കുഞ്ഞു കുഞ്ഞു വേർഡുകളുണ്ട് അല്ലെ, കുറെ മെഡിക്കൽ ആയിട്ടുള്ള ടേംസുകളാണ്. ചാപ്റ്ററിലെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്ന പോയിന്റ്സുകൾ എന്ന് പറയുമ്പോൾ ഞാൻ ഭൂരിഭാഗം ക്വസ്റ്റ്യൻസും നമ്മൾ എടുത്തുകൊണ്ടിരിക്കാതെ മോക്ക് ടെസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ക്വസ്റ്റ്യൻസ് മസ്റ്റ് ആയിട്ട് നിങ്ങൾ നോട്ട് ചെയ്യണം കേട്ടോ. അതിന്റെ ഉള്ളിൽ നിന്ന് മോസ്റ്റ്ലി നിങ്ങൾക്ക് മെയിൻ എക്സാമുകൾക്കൊക്കെ ഒരു 3-4 വരാൻ ചാൻസേ ഉള്ളൂ. അതായത് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളത് വന്ന് കാണുന്നതെല്ലാം തന്നെ മോക്ക് ടെസ്റ്റിൽ ഉൾപ്പെടുത്താറുണ്ട്. അതുകൊണ്ട് മോക്ക് ടെസ്റ്റിലുള്ളത് മസ്റ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു പോകണം. ഓക്കെ, ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിലെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ കാണാറുള്ളത് മെഡിക്കൽ അല്ലെ, ഇതിലെ മെയിൻ എയിം എന്താണ് അല്ലെ. ഇതിന്റെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂറ്റി ഓഫ് മെഡിക്കൽ കെയർ ആണ്. ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റിൽ ഉദ്ദേശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം എന്ന് ചോദിക്കുമ്പോൾ മെഡിക്കൽ കെയർ കണ്ടിന്യൂ ചെയ്യുക അല്ലെ. നല്ലൊരു മെഡിക്കൽ കെയർ വീണ്ടും ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മള് പൊതുവെ നമ്മൾ ആംബുലൻസിലൊക്കെ കൊണ്ടുപോകുന്നത് ഇതിന് വേണ്ടിയിട്ട് കുറച്ചും കൂടി നല്ല പരിചരണം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതൊരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അതേമാതിരി തന്നെ എന്താണ് അതെ, കഴിഞ്ഞ മൊഡ്യൂള് നമുക്ക് എന്തെങ്കിലുമൊക്കെ അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. ഇതും കുഴപ്പമില്ല. അത് പക്ഷെ ഇച്ചിരി കൂടി അല്ലെ, കുറച്ചും കൂടി എന്താ പറയാ, കുറച്ച് ഉള്ളോ എങ്കിലും കുറച്ച് പഠിക്കാം. ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാരണം അതില് ഓരോ ലെവലിലേക്ക് വരുമ്പോഴും കുറച്ച് പോയിന്റ്സേ ഉള്ളെങ്കിലും അത് പെട്ടെന്ന് അങ്ങോട്ട് ഗ്രാസ്പ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷെ ചില ചാപ്റ്റേഴ്സും വലിയ കുഴപ്പമില്ല. ചില ചാപ്റ്റേഴ്സ് ഭയങ്കര ലെങ്തി ചാപ്റ്റേഴ്സ് ആണെങ്കിലും അതിൽ നിന്ന് ഓക്കെ, അത് ഈ ചാപ്റ്റർ ആയതുകൊണ്ടാണ് ഞാൻ സ്പീഡ് കുറച്ചത്. കാരണം ഇതില് എല്ലാ പോയിന്റ്സും നിർത്തി തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതുണ്ട്. കാരണം അതിൽ എല്ലാ വേർഡ്സിൽ നിന്നും എന്താണ് മീൻ ചെയ്യുന്നതെന്നുള്ളത് മനസ്സിലാക്കി തരേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇത്തിരി സ്ലോയില് പോയത്. നമുക്ക് ഹ്യൂമൻ റിസോഴ്സ് ഒക്കെ എടുക്കാനുണ്ട്. അതൊക്കെ വലിയ ചാപ്റ്റർ ആണ്. അതൊക്കെ ഇച്ചിരി സ്പീഡിൽ തന്നെ പോകേണ്ട വരും. കാരണം നിങ്ങളുടെ ടൈമിനുള്ളിൽ തന്നെ തിരികെ വേണമല്ലോ. എന്നാലും കുഴപ്പമില്ല. നിങ്ങൾ എന്തായാലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിച്ചു പോകാം കേട്ടോ. ക്ലിയർ ചെയ്ത് പോകാം. അല്ലാതെ നമ്മൾ എന്താ പറയാ സ്പീഡിൽ എടുത്താലും നിങ്ങൾക്കൊന്നും മനസ്സിലാവാതിരിക്കുന്ന ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് സ്പീഡിൽ എടുത്ത് പോയാലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിച്ചു പോവുക. ഈ ചാപ്റ്റർ ഇത്തിരി സ്ലോയിലാണ് ഞാൻ എടുത്തത്. കാരണം ഇതെല്ലാം എന്താ പറയുക ഓരോന്നിലും കുറെ
പഠിക്കാനുണ്ട് അല്ലെ. ചിലതൊക്കെ ടേംസുകളൊക്കെ പഠിച്ച് വരുന്നതേ ഉള്ളൂ. കാരണം അതുകൊണ്ടാണ്. അപ്പൊ ഇതില് ഞാൻ മോക്ക് ടെസ്റ്റിൽ പരമാവധി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം കുറച്ച് ക്ലാസ് കൊണ്ടാണല്ലോ അത് എടുത്തത്. അതുകൊണ്ട് തന്നെ പരമാവധി ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് വലിയ ഡൗട്ടുകളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് നെക്സ്റ്റ് ചാപ്റ്ററിന്റെ ഒരു സ്റ്റാർട്ടിങ് തുടങ്ങാം. അല്ലെങ്കിൽ നമുക്കും എന്താ പറയാ തീരാത്തൊരവസ്ഥയിലേക്ക് എത്തും. എന്താണെന്ന് മനസ്സിലായില്ല എനിക്ക്. സത്യമാണ്, എല്ലാ മിസ്സുമാരും സ്പീഡിലാണെന്നാണ് പറയുന്നത്. അത് ഇത്തിരി സ്പീഡില് പോയില്ലെങ്കിൽ ഇത് തീരില്ല. നമുക്ക് ഇച്ചിരി ഇതില്ല. അതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ കണ്ടന്റുകളുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. ഇതിലെ ഡൗട്ടുകളൊന്നും ഇല്ല എങ്കിൽ. ചെറിയ ചാപ്റ്റർ ആണ് അടുത്തത്. ഓക്കെ, അല്ലെങ്കിൽ നമ്മളും അവസാനം ഒന്നാ പിടിച്ചു എന്ന് പറഞ്ഞ് ഭയങ്കര സ്പീഡിൽ പോകും. അതുകൊണ്ട് നിങ്ങൾ ഇച്ചിരി ഉള്ള സമയം കളയാതിരിക്കാം. ഡൗട്ട് ഒന്നും ഇല്ല എങ്കിൽ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ ഒന്ന് തുടങ്ങാം. അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് എത്തിക്കൽ ആൻഡ് ലീഗൽ ആണ്. അതും ഒരു മീനിങ്ങിലേക്ക്, അതായത് നമ്മുടെ മൈൻഡിലേക്ക് ഇങ്ങനെ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഓക്കെയാണ്. കാരണം ഇതൊരു എന്താണ് എത്തിക്കലാണ്, നിയമവശങ്ങളൊക്കെയാണ് ഇതിൽ പഠിക്കാനുള്ളത്. അപ്പൊ അതെന്താണോ ലീഗലായിട്ടുള്ള വശങ്ങൾ എന്താണോ അതങ്ങനെ തന്നെ ആക്ടിന്റെ ഒക്കെ കീഴിൽ വരുന്നത് കൊണ്ട് തന്നെ ആക്ട് എന്താണോ പറയുന്നത് അത് ഫോളോ ചെയ്യാനായിട്ടുള്ള ഒരു നടപടിക്രമങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത്. പിന്നെ എത്തിക്കൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ധാർമ്മികമായിട്ടുള്ള കാഴ്ചപ്പാടുകളെ കുറിച്ചിട്ടാണ്. ഞാൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ചിരിക്കുന്നത് ഇതാണ്. അതായത് നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റലില് ഒരു ആക്സിഡന്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നു, അല്ലെങ്കിൽ ഒരു അടിപിടി കേസ് വന്നു, അത് ഒരു ലീഗലായിട്ടുള്ള ഇഷ്യൂ ആയിട്ടുള്ള ഒരു കേസൊക്കെയാണ്. നമുക്കറിയാം രോഗിയെ കൊണ്ടുവരുമ്പോൾ ഡോക്ടേഴ്സിനാണെങ്കിൽ ആ രോഗിയെ ഒരു മാനസിക പരിഗണനയോടുകൂടി അവരെ ട്രീറ്റ്മെന്റ് നടത്തേണ്ടതുണ്ട്. ഉണ്ടാവില്ലേ? ഏത് ക്രിട്ടിക്കൽ കേസുള്ളതും ഏത് അടപിടി കേസാണെങ്കിലും കൊളഹാത്തവനാണെങ്കിലും മാനസിക പരിഗണന അദ്ദേഹത്തിന്റെ പ്രൊഫഷൻ അനുസരിച്ചിട്ട് അവരുടെ തൊഴിലനുസരിച്ചിട്ട് ഒരു മാനസിക പരിഗണന ആ വ്യക്തിക്ക് പകർന്നു കൊടുക്കണം അല്ലെ. പക്ഷെ നമുക്കറിയാം അതിനോടൊപ്പം തന്നെ ലീഗലായിട്ടുള്ള നിയമ നടപടികളും പാലിക്കേണ്ടതുണ്ട്. ഉണ്ടാവില്ലേ? എന്റെ പ്രൊഫഷൻ ആണെന്ന് പറഞ്ഞുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കറിയാം അല്ലെ, ഡോക്ടറിനെയും പിടിച്ച് ജയിലിലിടുന്ന അവസ്ഥയാണ്. അപ്പൊ എന്താണ് നിയമവശങ്ങളും ഒപ്പം തന്നെ ധാർമ്മിക മൂല്യങ്ങളും ധാർമ്മിക കാഴ്ചപ്പാടും കൂടി ഒന്നിച്ച് നിന്ന് പ്രവർത്തിക്കേണ്ട ഒരു കാര്യമാണ് ഹോസ്പിറ്റലൊക്കെ വരുന്നത്. പ്രത്യേകിച്ച് ഈ കാലഘട്ടങ്ങളിലൊക്കെ ഒരുപാട് ഇങ്ങനെയുള്ള മെഡിക്കൽ ലീഗൽ കേസുകളൊക്കെ ധാരാളം കൂടി വരുന്ന ഒരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ എന്താണ് അത്തരം ഇഷ്യൂസുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അവിടെ ധാർമ്മികമായ മൂല്യങ്ങൾക്കും പ്രാധാന്യം കൊടുക്കണം, ഒപ്പം എന്താണ് നിയമവശങ്ങൾക്കും പ്രാധാന്യം കൊടുക്കണം എന്നുള്ള ഒരു കൺസെപ്റ്റ്, ആ ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. എന്താണ് എന്നുള്ള ഒരു ഐഡിയ നിങ്ങളുടെ മൈൻഡിലായി ഇല്ലേ? എന്താണ് ഉദ്ദേശിച്ചേക്കണേ എന്നുള്ള കാര്യം മനസ്സിലായില്ലേ? എന്താണ് എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ? ഓക്കെ, അപ്പൊ ധാർമ്മിക വശം ഉണ്ടായത് അതോടൊപ്പം തന്നെ എന്താണ് ലീഗൽ ആയിട്ടുള്ള ഇഷ്യൂസുകളും ഉണ്ട്. അപ്പൊ ആ രണ്ട് വശം കൂടി ഒന്നിച്ചു ചേർന്നുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് പരിചരണം കാര്യങ്ങൾക്കൊക്കെ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. ഡോക്ടർ പറയാണ് അതൊക്കെ അവിടെ കിടക്കട്ടെ, എന്റെ ഡ്യൂട്ടി ഞാൻ ചെയ്യണമെന്ന് മാത്രം പറഞ്ഞാൽ പോരാ, നിയമവശങ്ങൾക്കുള്ള സാധൂകരണം അല്ലെ, അതിലും ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കേണ്ടതുണ്ട്. ഇനി നിയമവശം മാത്രം വരുമ്പോഴും നമുക്കറിയാം മാനുഷികമായിട്ടുള്ള മൂല്യങ്ങൾ അദ്ദേഹത്തിന്റെ പ്രൊഫഷനുമായിട്ട് ആ വ്യക്തിക്ക് കൊടുക്കേണ്ട കാര്യങ്ങൾ ഡോക്ടറിനും നഴ്സുമാർക്കും മറ്റെല്ലാം ആ വ്യക്തിക്ക് കൊടുക്കേണ്ടതുണ്ട് അല്ലെ. അപ്പൊ അവിടെ നിയമവശത്തിനെ നമ്മൾക്ക് ഫോഴ്സ് ചെയ്ത് നിർത്തേണ്ടതാണ്. കാരണം ഒരു ഹോസ്പിറ്റലാകുമ്പോൾ എന്താണ് കേസ് ഡോക്ടേഴ്സിന്റെ നഴ്സേഴ്സിനും വരെ ലീഗലായിട്ടുള്ള പങ്ക് അല്ലെ, അവർക്കും നിയമവശങ്ങളെ നേരിടേണ്ടത് വരും. എന്തുകൊണ്ട് രോഗിയെ പരിഗണിച്ചില്ല അല്ലെ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരുമ്പോഴും തീർച്ചയായിട്ടും അവിടെയും എന്താണ് ഈ അല്ലെ നമ്മുടെ ഹോസ്പിറ്റലിലെ വർക്കേഴ്സും അതിനു മുമ്പിലും എന്തെങ്കിലും റെസ്പോണ്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? എല്ലാവരും കയ്യിലില്ലേ? അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഇതില് പ്രധാനമായിട്ടും പറയുന്നത്. Code of behavior set by members of the medical profession
to control the practice of a medicine so that its members do not bring a disgrace to the profession. അതായത് അവിടെ കോഡ് ഓഫ് ബിഹേവിയർ എന്ന് പറയുന്നത് പെരുമാറ്റ കോഡ് അല്ലെ, നമ്മള് നല്ല രീതിയിലുള്ള പെരുമാറ്റ കോഡ് ശാസ്ത്രം അല്ലെ, പെരുമാറ്റം അവിടെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അവിടെ ഫസ്റ്റ്ലി ഒരു കോമയായിട്ട് തുടങ്ങുന്നത്. ഇതാണ് കോഡ് ഓഫ് ബിഹേവിയർ set by members of a medical profession to control the practice of medicine so that its members do not bring a disgrace to the profession. പ്രൊഫഷനെ അപമാനിക്ക തരത്തിലുള്ള അല്ലെ, ഡിസ്ഗ്രേസ് എന്ന് പറയുമ്പോൾ അപമാനിക്ക തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ഏർപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള മെഡിക്കൽ പ്രൊഫഷൻസ് എന്താണ്, അവര് കൃത്യമായിട്ടുള്ള ഒരു കൺട്രോൾ അല്ലെ, ഈ ഒരു മെഡിസിന്റെ കാര്യങ്ങളിലേക്ക് കൃത്യമായിട്ടുള്ള കൺട്രോളുകളൊക്കെ അവലംബിക്കുന്നുണ്ട്. അതായത് എന്താണ്, ഒരിക്കലും ആരായാലും അവർക്ക് നല്ലൊരു അല്ലെ, അവിടെ ഡോക്ടേഴ്സ് ആണെങ്കിലും ലോയേഴ്സ് ആണെങ്കിലും ഏത് ഡ്യൂട്ടി പ്രൊഫഷൻ ചെയ്യുന്നവരാണെങ്കിലും അവർക്ക് എന്താണ് ഒരു നല്ല ബിഹേവിയർ ഉണ്ട് അല്ലെ, ഒരു നല്ല പെരുമാറ്റ രീതിയുണ്ട്. അപ്പൊ ഇൻ കേസ് അത് തെറ്റായിട്ടാണ് അവർ യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം അവരത് ആ ഒരു പ്രൊഫഷനോട് കാണിക്കുന്ന ഒരു ഡിസ്ഗ്രേസ് ആണ് അല്ലെ, അപമാനമാണ് അവിടെ വരുത്തി വെക്കുന്നത് അല്ലേ, അങ്ങനെയല്ലേ ആണോ? ഓക്കെ, അപ്പൊ നല്ല രീതിയിൽ തന്നെ അവർ ഏത് പ്രൊഫഷനിൽ ഡ്യൂട്ടി ചെയ്യുന്നവരും അവരുടെ പ്രൊഫഷനുമായിട്ട് തന്നെ നല്ല രീതിയിൽ തന്നെ അത് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകേണ്ടതുണ്ട്. അതല്ല എങ്കിൽ ആ പ്രൊഫഷന് അപമാനം വരുത്തി വെക്കുകയാണ് അവിടെ ചെയ്ത് കൊണ്ടുപോകുന്നത്. അറ്റ് ഇറ്റ്സ് സിംപ്ലസ്റ്റ് എത്തിക്സ് ഈസ് ആൻ സിസ്റ്റം ഓഫ് മോറൽ പ്രിൻസിപ്പിൾസ്. അതുകൊണ്ട് നമുക്ക് ചെറിയ ഭാഷയിൽ അല്ലെ, ഒരു ചെറിയ ലഘുഭാഷയിൽ പറയാം, എത്തിക്സ് എന്ന് പറയുന്നത് എന്താണ്, സിസ്റ്റം ഓഫ് മോറൽ പ്രിൻസിപ്പിൾസ്, ധാർമ്മികമായിട്ടുള്ള തത്വങ്ങളെയാണ് എത്തിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് എത്തിക്സ് എന്ന് മനസ്സിലായോ? ധാർമ്മിക മൂല്യങ്ങളെ അല്ലെങ്കിൽ ധാർമ്മിക തത്വങ്ങളെയാണ് എത്തിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? എന്താണ് എത്തിക്സ് എന്നുള്ള കാര്യം മനസ്സിലായോ? ധാർമ്മിക തത്വചിന്ത. ഓക്കെ, ആ ഒരു ചിന്തയാണ് എത്തിക്സ് എന്ന് പറയുന്നത്. Then ethics is concerned with what is good for individuals and society and is also described as a moral philosophy. അതായത് അതുകൊണ്ട് തന്നെ എത്തിക്സ് നമ്മുടെ ധാർമ്മിക തത്വചിന്ത എന്നുള്ളത് എന്താണ് പ്രധാനമായിട്ട് പറയുന്നത്, ഗുഡ് ഫോർ ഇൻഡിവിജ്വൽ ആൻഡ് സൊസൈറ്റി, നമ്മുടെ സമൂഹത്തിനും വ്യക്തികൾക്കും എല്ലാം തന്നെ നല്ല അല്ലെ, നല്ല മൂല്യങ്ങൾ പകർന്നു കൊടുക്കുന്ന ഒരു ധാർമ്മിക കാഴ്ചപ്പാടിനെയാണ് നമ്മൾ എന്താണ് എത്തിക്സ് എന്ന് പറയുന്നത്. ആൻഡ് ഈസ് ഓൾസോ ഡിസ്ക്രൈബ്ഡ് ആസ് എ മോറൽ ഫിലോസഫി. അതിൽ പ്രധാനമായിട്ടും എന്താണ് വിവരിക്കുന്നത്, മോറൽ ഫിലോസഫി ആണ് വിവരിക്കുന്നത്. എന്താണ് മോറൽ ഫിലോസഫി എന്ന് പറയുന്നത്? അതായത് മനുഷ്യ ജീവിതത്തെ നിയന്ത്രിക്കുന്ന അടിസ്ഥാന മൂല്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു തത്വചിന്ത ശാഖയാണ് ഫിലോസഫി എന്ന് പറയുന്നത് അല്ലെ, മോറൽ ഫിലോസഫി എന്ന് പറയുന്നത്. മനുഷ്യ ജീവിതത്തെ നിയന്ത്രിക്കുന്ന അടിസ്ഥാന മൂല്യങ്ങൾ അല്ലെ, നമുക്ക് അറിയാം, നമുക്ക് അടിസ്ഥാന കുറെ മൂല്യങ്ങളുണ്ട് അല്ലെ, മറ്റുള്ളവരെ ബഹുമാനിക്കാനുള്ള ഒരു കഴിവുണ്ട്, മറ്റുള്ളവരോട് അല്ലെ അനുകമ്പയോടുകൂടി പെരുമാറാനുള്ള കഴിവുണ്ട്, അങ്ങനെ വ്യത്യസ്ത കഴിവുകളെല്ലാം ഓരോ മനുഷ്യനും ഉണ്ട് ഇല്ലേ, ഉണ്ടാവില്ലേ? ഇല്ലേ, ഒരു വ്യക്തിക്കും അങ്ങനെയുള്ള കഴിവുകളില്ലേ? ഉണ്ട് അല്ലെ. അപ്പൊ അതൊക്കെ തന്നെയാണ് ഇതിൽ പ്രധാനമായിട്ട് എടുത്തു പറയുന്നത്. ധാർമ്മികമായ കാഴ്ചപ്പാട്, ആ മൂല്യങ്ങളെ ഉൾക്കൊണ്ട് കണ്ട് തന്നെ ആ പ്രൊഫഷനുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അപ്പൊ നെക്സ്റ്റ് പറയുന്നു, എ കോഡ് ഓഫ് എത്തിക്സ് ഈസ് വൈഡ്. ഓക്കെ, എത്തിക്സ് എന്ന് പറയുമ്പോൾ ധാർമ്മിക മൂല്യങ്ങളാണ്. ഞാൻ ചെറിയ ചെറിയ എക്സാമ്പിളുകൾ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതിലേക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അതായത് ഞാൻ ഫസ്റ്റ്ലി ഒരു പറഞ്ഞു ഒരു എക്സാമ്പിൾ പറഞ്ഞു അല്ലെ, ഒരു നമ്മൾ ഏതെങ്കിലും ഒരു അടിപിടി കേസ് ഒക്കെ ആയിട്ട് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ചെയ്യുന്ന ഒരു പേഴ്സണെ എടുക്കാം. ആ പേഴ്സൺ ഒരുപക്ഷെ ചിലപ്പോൾ ആണെങ്കിൽ എന്താണ് ഡ്രഗും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന വ്യക്തിയായിരിക്കാം. കേസ് ചിലപ്പോൾ അതിലേക്ക് ലയിച്ചു പോയതായിരിക്കാം അല്ലെ, ഒരുപക്ഷെ അദ്ദേഹത്തിന് എന്താണ് അതിൽ ഇൻവോൾവ് ആക്കി കൊണ്ടുവന്നതായിരിക്കും. നമുക്കറിയാം അങ്ങനെയുള്ള പേഴ്സൺസിന് അഡ്മിഷന് വരുമ്പോൾ തീർച്ചയായിട്ടും ലീഗൽ ആയിട്ടുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതായിട്ട് വരും ഇല്ലേ, ഉണ്ടാവില്ലേ? നിയമവശങ്ങളുണ്ട് അല്ലെ. അപ്പൊ അവിടെ പക്ഷെ ഡോക്ടേഴ്സിന് അവരുടെ പ്രൊഫഷൻ അതായത് നഴ്സുമാർക്ക് അവരുടെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് ഒരു മാനുഷിക പരിഗണന ആ വ്യക്തിക്ക് കൊടുക്കേണ്ടതുണ്ട്. വല്ലാത്ത അവസ്ഥയിലൊക്കെയാണ് ആ രോഗി വന്നിരിക്കുന്നത്. പക്ഷെ അപ്പൊ അവർക്ക് ഡോക്ടേഴ്സ് അല്ലെങ്കിൽ നഴ്സുമാർക്ക് ഈ വ്യക്തിയെ എന്നുള്ള അവരുടെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് ഈ വ്യക്തിയെ ചികിത്സിക്കാനുള്ള ഒരു മാനുഷിക ഒരു ധാർമ്മിക മൂല്യങ്ങളുണ്ട്, ഉണ്ടാവില്ലേ? അവോ ഉണ്ടാവും അല്ലെ. അപ്പൊ അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്.
ഓക്കെ, ജീവൻ നിലനിർത്തണം അല്ലെ എന്നുള്ള ഒരു പ്രത്യേക മൂല്യങ്ങളുണ്ട്. നമുക്കറിയാം ഏതോ ഒരു പാരന്റ്സിന്റെയും മകനായിട്ടായിരിക്കും ഏതൊരു വ്യക്തിയും ഹോസ്പിറ്റലിൽ വരുന്നത് അല്ലെ. ഇങ്ങനത്തെ കേസുകളൊക്കെ ആണെങ്കിൽ അങ്ങനെ റൂൾസും വേണം എന്നുള്ളത് മസ്റ്റാണ് അല്ലെ. അവിടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നിയമ നടപടികൾക്ക് അനുസൃതമായിട്ട് തന്നെയായിരിക്കണം ഈ വ്യക്തിയെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്. ഇൻ കേസ് ഇപ്പോഴത്തെ കാലത്തും നേരെ ഓപ്പോസിറ്റും ഉണ്ട് അല്ലെ. ഡോക്ടേഴ്സിനെ വരെ ആക്രമിക്കുന്ന അക്രമാസക്തമായിട്ടുള്ള സംഗതികളുമുണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാം തന്നെ നമ്മൾ ശ്രദ്ധയോടുകൂടി നോക്കി കാണേണ്ടതുണ്ട്. പ്രൊഫഷനെ മാനിക്കേണ്ടതുണ്ട്. അപ്പം തന്നെ അവനവന്റെ ഹെൽത്തിനെ സെക്യൂർ ആയിട്ട് സൂക്ഷിക്കേണ്ടതുണ്ട്. ദെൻ ലീഗൽ ആയിട്ടുള്ള ആസ്പെക്ടുകളും കൈകാര്യം ചെയ്ത് കൊണ്ടുപോകേണ്ടതുണ്ട്. അപ്പൊ എത്തിക്സ് എന്നുള്ള ആ പദത്തില് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ധാർമ്മികമായിട്ടുള്ള മൂല്യങ്ങളെയാണ്. അതിൽ എടുത്തു പറയുന്നത് എന്താണ്? ബ്ലഡ് ഈസ് ഗുഡ് ഫോർ ഇൻഡിവിജ്വൽസ് ആൻഡ് സൊസൈറ്റി and is also described as a moral philosophy. ഇതിൽ എടുത്തു പറയുന്നത് ഓരോ വ്യക്തിക്കും അല്ലെ, വ്യക്തികൾക്ക് അല്ലെങ്കിൽ സമൂഹത്തിന് എന്ത് നന്മയാണ് നമുക്കുണ്ട് അല്ലെ, നമ്മുടെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നന്മകൾ ചെയ്യാനായിട്ട് അല്ലെ, അത് തീർച്ചയായിട്ടും സൊസൈറ്റിക്കൊക്കെ കൊടുക്കുക. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് എന്തിലുള്ളത്? മോറൽ ഫിലോസഫിയിലുള്ളത്, തത്വചിന്ത ശാഖയിൽ ഉള്ളത്. തത്വചിന്ത ശാഖ എന്ന് പറയുമ്പോൾ എന്താണ്? മനുഷ്യ ജീവിതത്തെ നിയന്ത്രിക്കുന്ന അടിസ്ഥാന മൂല്യങ്ങളെയാണ്, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു ശാഖയാണ് എന്തെന്ന് പറയുന്നത്? ഫിലോസഫി എന്ന് പറയുന്നത്, മോറൽ ഫിലോസഫി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായോ? വീണ്ടും പറയുന്നു, വിച്ച് ഗീവ്സ് എംപ്ലോയീസ് ഓർ മെമ്പേഴ്സ് എ ജനറൽ ഐഡിയ ഓഫ് വാട്ട് കൈൻഡ് ഓഫ് ബിഹേവിയർ ആൻഡ് ഡിസിഷൻ ആർ ഡിസൈറബിൾ ആൻഡ് എൻകറേജ്ഡ് അറ്റ് എ ബിസിനസ് ഓർ ഓർഗനൈസേഷൻ. അതായത് നമ്മളിപ്പോ ഏതൊരു ഓർഗനൈസേഷനിലാണെങ്കിലും ഏതൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു ഹോസ്പിറ്റൽ ആണെങ്കിലും ഏതൊരു ഫേം ആണെങ്കിലും ഏതൊരു ബിസിനസ് ആണെങ്കിലും അവിടെ എന്താണ്? വ്യത്യസ്ത തരത്തിലുള്ള ബിഹേവിയർ ഉള്ള വ്യക്തികൾ ഉണ്ടാവും അല്ലെ, നല്ല പെരുമാറ്റ രീതികളുള്ള വ്യത്യസ്തമായിട്ടുള്ള വ്യക്തികളൊക്കെ ഉണ്ടാവും. അവിടെ കൃത്യമായിട്ട് പറയുന്നു, മെമ്പേഴ്സ് എ ജനറൽ ഐഡിയ ഓഫ് വാട്ട് കൈൻഡ് ഓഫ് ബിഹേവിയർ ആൻഡ് ഡിസിഷൻ ആർ ഡിസൈറബിൾ ആൻഡ് എൻകറേജ്ഡ് അറ്റ് എ ബിസിനസ് ഓർ ഓർഗനൈസേഷൻ അല്ലെ. ഏത് തരത്തിലുള്ള നല്ല പെരുമാറ്റ രീതി അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ആശയമാണ്, ഏത് പെരുമാറ്റ ശാസ്ത്രമാണ് അവിടെ നമുക്കറിയാം വൈഡായിട്ട് ഏതൊരു സ്ഥാപനത്തിലും നല്ല രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കണം അല്ലെ. നല്ലൊരു ഫോളോ അപ്പ് ഉണ്ടാവണമെങ്കിൽ നല്ല ഡിസിഷൻസ് എടുക്കണം. അപ്പൊ നല്ല രീതിയിലുള്ള പെരുമാറ്റത്തോടു കൂടിയിട്ടുള്ള തീരുമാനങ്ങളായിരിക്കണം ഏതൊരു വ്യക്തിയും പ്രോത്സാഹിപ്പിക്കേണ്ടത് അല്ലെ. ഏതൊരു ഓർഗനൈസേഷനിലെ ഏതൊരു എംപ്ലോയിയും പ്രോത്സാഹിപ്പിക്കേണ്ടത് നല്ല തരത്തിലുള്ള നല്ല പെരുമാറ്റ രീതിയോടു കൂടിയുള്ള തീരുമാനത്തിനെയാണ് പ്രോത്സാഹിപ്പിക്കേണ്ടതും വളർത്തിക്കൊണ്ട് വരേണ്ടത്. ശരിയല്ലേ? ആണോ? ഒരു ജനറൽ ഐഡിയ തന്നെയല്ലേ? ഓക്കെ, ഏതൊരു സ്ഥാപനമാണെങ്കിലും എല്ലാവർക്കും അനുയോജ്യമായ ഏതൊരു വ്യക്തിയുടെ നല്ല പെരുമാറ്റ രീതി തന്നെയാണ് തീരുമാനങ്ങൾ എടുത്ത് വളർത്തിക്കൊണ്ട് പോരേണ്ടത്. Then a code of conduct mentions how employees or members have to act in a particular situation. ഒരു പ്രത്യേക സിറ്റുവേഷനിൽ എങ്ങനെയാണ് അല്ലെ ഒരു വ്യക്തി അവിടെയുള്ള ഏതൊരു വ്യക്തിയും അദ്ദേഹത്തിന്റെ പെരുമാറ്റ രീതിയിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ ഉണ്ടാവും. ഇപ്പൊ ഇൻ കേസ് നമുക്കറിയാം ഹോസ്പിറ്റലിലാവുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ് ധാരാളം വരാം അല്ലെ, വരാൻ സാധ്യതയില്ലേ? ഉണ്ടാവോ പർട്ടിക്കുലർ സിറ്റുവേഷൻസ്? ഓക്കെ, അപ്പൊ അവർക്കറിയാം ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ എങ്ങനെയാണ് ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത്. നിയമവശങ്ങളെ കൺസിഡർ ചെയ്യണം, അതോടൊപ്പം തന്നെ മാനുഷിക മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണം. അപ്പൊ ഈ കോഡ് ഓഫ് കണ്ടക്റ്റിൽ എന്താ പറയുന്നത്? പെരുമാറ്റ ശാസ്ത്രമാണ് അതിൽ ഉൾക്കൊള്ളുന്നത്. എത്തിക്സോട് കൂടിയിട്ടുള്ള നിയമവശങ്ങളായിരിക്കും അതില് ഡിസിഷൻ, അത്തരത്തിലുള്ള തീരുമാനങ്ങളായിരിക്കും അതിൽ ഉൾപ്പെടുത്തുന്നത്. ഈ കോഡ് ഓഫ് കണ്ടക്ട് മെൻഷൻസ് how employees or members have to act in a particular situation. ഒരു ഓർഗനൈസേഷൻ ആണെങ്കിലും ഒരു ബിസിനസ് ഫേം ആണെങ്കിലും ഇൻ കേസ് ഹോസ്പിറ്റൽ ആണെങ്കിലും ഇന്ന പർട്ടിക്കുലർ സിറ്റുവേഷനിൽ എങ്ങനെയാണ് മാനുഷിക രീതിയിൽ പെരുമാറാനായിട്ട് സാധിക്കുക, അവിടെ മാനുഷിക മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിച്ചിട്ട് എന്തൊക്കെ നടപടികളാണ് സ്വീകരിക്കുക എന്നതൊക്കെയാണ് ഈ കോഡ് ഓഫ് കണ്ടക്റ്റിൽ മെൻഷൻ ചെയ്ത് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഇൻട്രൊഡക്ഷൻ എന്താണെന്നോ ഇതൊക്കെയാണോ? ഞാൻ കൂടുതലൊന്നും എടുക്കുന്നില്ല, ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കാം. എന്താണ് എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസ് എന്നുള്ള ഒരു ചാപ്റ്ററിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യമാണ്. ഓക്കെ, ക്ലിയർ ആണോ? ഈ പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. എ കോഡ് ഓഫ് കണ്ടക്ട് അല്ലെ, കോഡ് ഓഫ് കണ്ടക്ട് മെൻഷൻ എന്താണ് മെൻഷൻ ചെയ്യുന്നത്? ഹൗ എംപ്ലോയി ഓർ മെമ്പേഴ്സ് ഹാവ് ടു ആക്ട് ഇൻ എ
പർട്ടിക്കുലർ സിറ്റുവേഷനിൽ എങ്ങനെയാണ് അവര് അല്ലെ ആക്ട് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ പ്രധാനമായിട്ടും എത്തിക്കോട് കൂടിയിട്ടുള്ള ഒരു എന്താണ് ധാർമ്മികമായ മൂല്യങ്ങളോട് കൂടിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും അവിടെ നടപടികളായിട്ട് എടുക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂഷൻ ഉണ്ടാവും ലീഗൽ ആസ്പെക്ട്സുകളൊക്കെ. പിന്നെ കുറെ ആക്ടുകളാണ്, നമുക്കറിയാവുന്ന കുറെ ഇതുകളൊക്കെ തന്നെയാണ്. എന്താണ് ഹോസ്പിറ്റലിൽ വരുന്ന കുറെ ലീഗൽ കേസുകളുമായി ബന്ധപ്പെട്ട കുറെ കേസുകൾ അല്ലെ, എന്തൊക്കെയാ പലതരത്തിലുള്ള ലീഗൽ കേസുകളൊക്കെ ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. ഒരുപാട് പരിഹാട്ടൊന്നും പഠിക്കുന്ന കാര്യമൊന്നുമില്ല, എങ്കിലും അറിഞ്ഞിരിക്കും. ഓക്കെ, ജസ്റ്റ് വായിച്ചു നോക്കാം. ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ മാത്രം ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കാം. ഞാൻ ഡൗട്ടൊന്നുമില്ല. ാക്കിയിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെയാണ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ് ഇതിന്റെ കണ്ടിന്യൂവേഷൻ തുടങ്ങാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മിസ്.